ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയുടെ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടിയും കക്ഷിയും അത് ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ടാണ് കൊടി ഒളിപ്പിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയത്. ഇന്ത്യയിൽ മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന ഓരോ കാലഘട്ടത്തിലും ഒളിച്ചോടുന്ന പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് CAയും ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ വോട്ടിനിടുമ്പോൾ അതിൽ നിന്നും അവർ ഒളിച്ചോടി അത് നാം കണ്ടതാണ്. ഇന്ത്യയിൽ 2852 ക്രിസ്ത്യൻ പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിലാണ് ഗ്യാൻബാബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ആരാധന നടത്തുന്നതിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴും എന്ത് നിലപാടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെൻറ്റ്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് അടയാളപ്പെടുത്തുന്ന പാർലമെൻറ്റിനകത്തേക്ക് ജടാധാരികളായ കുറേ സന്യാസിമാരെ കൊണ്ടുവന്ന് ചെങ്കോല് പിടിച്ച് അധികാരത്തിലേക്ക് വന്നപ്പോൾ അന്ന് അവർ മറന്നുപോയ ഒരാളുണ്ട്. ഇന്ത്യയുടെ പ്രഥമ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൊണ്ടുവന്നില്ല. അവർ എന്താ ആദിവാസി സമൂഹത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടാണോ? BJP അല്ലേ അതിന് മറുപടി പറയേണ്ടത്? അതുമാത്രമല്ല, അവർ ഒരു വിധവയാണ് എന്നതുകൊണ്ടാണോ ഇവർ ആ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്ന? അവസാനം കണ്ടില്ലേ, അദ്വാനിയെ കാണാൻ പോയപ്പോൾ പ്രധാനമന്ത്രി ഇരിക്കുന്നു, ഇന്ത്യയുടെ പ്രഥമ വനിത, ലോകം ആരാധിക്കപ്പെടേണ്ട ഇന്ത്യയുടെ പ്രസിഡന്റ് നിന്നിട്ടാണ് നിൽക്കുന്നത്. എവിടെയാണ് ഈ രാജ്യത്തുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത്? പ്രാണപ്രതിഷ്ഠ, ഇല്ലാത്ത പ്രതിമകൾക്ക് പ്രാണം നൽകുന്ന പ്രതിഷ്ഠയായിരുന്നല്ലോ. 3000 കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടല്ലേ ശ്രീരാമന് ക്ഷേത്രം പണിതത്. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി മതനിരപേക്ഷതയാണ്, ജനാധിപത്യം. ഇതുപോലെ 5 കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കും എന്നതിന് ആർക്കെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? അതിനാണ് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു പക്ഷേ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിലേക്ക് BJP വരികയാണെങ്കിൽ ഇത് ജനാധിപത്യ രാജ്യത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായി മാറും. അതുകൊണ്ടാണ് ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ ഇടതുപക്ഷ പാർട്ടിക്ക് കൂടുതൽ കരുത്തുണ്ടാവണം എന്ന് ഞങ്ങൾ